അങ്ങനെ വാരം തീരുമ്പോൾ ആ തൊപ്പി പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് നേരെ സെൻകുമാറിൻ്റെ തലക്ക് മുകളിലെത്തി. അല്ല, ആദ്യം തന്നെ ഞാൻ പറയുന്നത്, എനിക്ക് എന്താണ് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഒരു ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നീതി നിർവഹണം. ആ നീതി നിർവഹണത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, ഏറ്റവും ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്ന് 8 ദിവസമായിട്ടും ഗവൺമെന്റിന്റെ ഈ അനങ്ങാപ്പാറ നയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പോലീസിന് ഇപ്പോഴും നാഥനില്ലാതെ സർ, ആരാണ് ഇപ്പോഴത്തെ DGP എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാനൊക്കുന്നു സർ. ഈ പരാമർശിക്കുന്ന കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നൊരു കേസ് തന്നെയാണ്. വിധി വന്നു കഴിഞ്ഞെങ്കിലും ശ്രീ സെൻകുമാറിൻ്റെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും വിശദമായി തന്നെ പോകാവുന്നതാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. എന്നാൽ ആ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിഷ്കരണം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല 25,000 രൂപ കോടതി ചെലവിന് നൽകണമെന്നുമാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കോടതി ചെലവ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയല്ല, ആജ്ഞാപിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതെന്തോ ആവട്ടെ, ഇതിനൊന്നും നിൽക്കണ്ടെന്ന് കാരണവന്മാർ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. സെൻകുമാറിനെ പഴയതുപോലെ ഉദ്യോഗത്തിൽ എടുക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ തീരുമാനം ആർക്കും നിഷേധിക്കാനൊക്കില്ല. അത് ശരിയായ ഒരു നിർദ്ദേശമാണത്. അത് ഗവൺമെൻറ് നടപ്പിലാക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. മൂത്തവരുടെ മൊഴിയും മുതുനെല്ലിക്കയും അങ്ങനെയാണ്. ആദ്യം കഴിക്കും, പിന്നേ മധുരിക്കുകയുള്ളൂ. കോടതി ചെലവ് വരെ നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഈ പുതിയ വിധി അന്തസ്സുള്ള ഒരു സർക്കാരാണെങ്കിൽ അവർ ജനങ്ങളോട് കുറ്റം ഏറ്റുപറയുകയും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് സാധാരണ നിലയിലുള്ളതാണ്. ഒരു പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറയൂ, അല്ലാതെ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകതയില്ല. ധാർമ്മികമായി സർക്കാരിന് അധികാരത്തെ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതിൻ്റെ? കാരണം 25,000 രൂപ സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഇപ്പോൾ കോടതി കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതെത്തിച്ചത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം മാത്രമാണ്. അല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതായിരിക്കും നന്നാവുക. രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയായ സുപ്രീം കോടതി DGPയായി സെൻകുമാറിന് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫായി നിയമിക്കണമെന്ന് പറഞ്ഞിട്ടും ആ വിധി നടപ്പാക്കാതെ 10 ദിവസമായി സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി സുപ്രീമാണ്. ആ വിധി കംപ്ലൈ ചെയ്യാൻ എല്ലാ ആൾക്കാരും ബാധ്യതപ്പെട്ടതാണ്. ഒരു രൂപത്തിലും സുപ്രീം കോടതിയുടെ വിധിക്ക് മുകളിൽ പറക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. എന്താണോ സുപ്രീം കോടതിയുടെ സ്പിരിറ്റ്, ആ സ്പിരിറ്റിനനുസരിച്ച് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. കർണാടകത്തിലെ DGP ആ ഇൻഫൻറ്റിന്
അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അന്ന് തന്നെ അവിടുത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ DGP ആയി പോസ്റ്റ് ചെയ്ത സംഭവം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചതാണ്. റിവ്യൂ കൊടുക്കാനും ക്ലാരിഫിക്കേഷൻ കൊടുക്കാനും തിരുത്തൽ പെറ്റീഷൻ കൊടുക്കാനുമുള്ള എല്ലാ അധികാരവും ഭരണഘടനാപരമായി ഗവൺമെൻറ്റിനുള്ളതല്ലേ, ഒരു വ്യക്തിക്കുള്ളതല്ലേ. അത് എക്സർസൈസ് ചെയ്യുന്നതിന് എന്താ ഒരു തെറ്റ്? ആ വിധി വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും വ്യക്തത ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് വ്യക്തത ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ അപമാനകരമായ കാര്യമാണ്. ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് സ്വീകരിച്ചിട്ടില്ല. സാധാരണ നിലയിലുള്ളൊരു പ്രക്രിയയല്ലേ അത്. അതിൻ്റെ അകത്ത് അപ്പുറത്തെന്താ ഉള്ളത്? പുനഃപരിശോധനാ ഹർജി തന്നെ കോടതിയുടെ വരാന്തയിൽ വെച്ച് തള്ളുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതും അതിന് സംഭവിക്കും. വിവേകമുള്ള ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധി വന്നതിന് അന്ന് തന്നെ നടപടി സ്വീകരിക്കുമായിരുന്നു. ഞങ്ങൾ നിയമപരമായി റിവ്യൂ ചെയ്ത് അത് പിന്നെ തിരുത്തൽ പെറ്റീഷൻ കൊടുത്തു. മാക്സിമം ഗവൺമെൻറ് നിയമപരമായി എടുക്കേണ്ടുന്ന കാര്യങ്ങളിൽ പരമാവധി ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ രൂപത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള എന്തെങ്കിലും പരാമർശം വരുമ്പോൾ നിയമത്തിൻ്റെ തന്നെ വഴി ഉപയോഗപ്പെടുത്തി പരമാവധി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാവും. എന്തായാലും LDF ഗവൺമെൻറ്റിന് ഫസ്റ്റ് ഇയറിൽ എന്നെ കിട്ടുന്ന മറ്റൊരു തിരിച്ചടി എന്ന് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. അല്ല, അത് അവരാലോചിക്കേണ്ടതാണ്. തുടരെ ഇങ്ങനെ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാൻ തീർച്ചയായും അവർ നടപടി എടുക്കേണ്ടതാണ്. അവർക്കതിന് പറ്റുന്നില്ല. തീർച്ചയായും ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ഈ ആളുകൾ പറയാൻ എന്താ ഒരു നല്ല പീരീഡ് എന്നാണ് ഫസ്റ്റ് ഇയറിന്. ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ പ്രശംസനീയമായ തീരുമാനങ്ങളാണ് മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഫസ്റ്റ് ഇയറിൽ തിരിച്ചടി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയർ എങ്ങനെ വേണം എന്ന് അവർ തീരുമാനിക്കണം. തിരിച്ചടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും കോൺഫിഡൻസിലെടുത്ത് പോകണോ പോകണ്ടേ തീരുമാനിക്കേണ്ട അവരാണ്. കോൺഫിഡൻസിലെടുത്ത് പോവുകയാണ്. അവരെ സമയം അവർ തിരുത്തണം. കാത്തു നിൽക്കാൻ നേരമില്ലാത്തതിനാൽ ഒരിടവേളയാണ്. അതു കഴിഞ്ഞാൽ പൂരം കാണാം. കോട്ടയത്തെ പൂരം.